ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് എയർ ഏഷ്യ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ കഥ. ടാറ്റ ഗ്രൂപ്പും മലേഷ്യൻ വ്യവസായിയായ ടോണി ഫെർണാണ്ടസും തമ്മിലുള്ള വലിയൊരു കൂട്ടുകെട്ടായിരുന്നു ഇത്. എന്നാൽ ഈ ബന്ധം പിന്നീട് തകർന്നു. ഈ ബന്ധം എങ്ങനെ തുടങ്ങിയെന്നും എന്തുകൊണ്ട് അവസാനിച്ചു എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2013 ഈ കഥയുടെ തുടക്കം. മലേഷ്യയിലെ പ്രശസ്തമായ വിമാന കമ്പനിയാണ് എയർ ഏഷ്യ എന്ന പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എ ബെർഹാത്ത്. ടോണി ഫെർണാണ്ടസ് ആയിരുന്നു ഇതിന്റെ ഉടമ. ഏഷ്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാന സർവീസ് എന്ന പേര് എയർ ഏഷ്യ സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ വിമാന സർവീസ് തുടങ്ങാൻ ടോണി ഫെർണാണ്ടസിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനായി അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തരായ ടാറ്റ ഗ്രൂപ്പിനെ സമീപിച്ചു. രത്തൻ ടാറ്റയ്ക്ക് വിമാനങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അതിനാൽ ടാറ്റ ഗ്രൂപ്പ് ഈ സംരംഭത്തിന് സമ്മതിച്ചു. അങ്ങനെ എയർ ഏഷ്യ ഇന്ത്യ എന്ന പുതിയ കമ്പനി രൂപീകരിച്ചു. ഇതിൽ ടാറ്റ സൺസിന് 51% ഓഹരി ഉണ്ടായിരുന്നു. ബാക്കി വരുന്ന 49% ഓഹരി മലേഷ്യയിലെ എയർ ഏഷ്യ ബെർഹാദിന് സ്വന്തമായിരുന്നു. ഇന്ത്യയിലെ നിയമപ്രകാരം വിദേശ കമ്പനികൾക്ക് പൂർണ്ണമായും ഒരു വിമാന കമ്പനി തുടങ്ങാൻ കഴിയില്ലായിരുന്നു. അതിനാലാണ് ടാറ്റ ഗ്രൂപ്പുമായി ചേർന്ന് അവർ ഈ സംരംഭം തുടങ്ങിയത്. കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് വിമാനയാത്ര സാധ്യമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരിയും ടാറ്റ ഗ്രൂപ്പിനായിരുന്നു. നിയമപ്രകാരം കമ്പനിയുടെ നിയന്ത്രണം ഇന്ത്യക്കാരുടെ കയ്യിലായിരിക്കണം. എന്നാൽ കാര്യങ്ങൾ നടന്നത് മറിച്ചായിരുന്നു. എയർ ഏഷ്യ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് മലേഷ്യയിൽ നിന്നായിരുന്നു. ടോണി ഫെർണാണ്ടസ് ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇത് ഇന്ത്യയിലെ വ്യോമയാന നിയമങ്ങൾക്ക് എതിരായിരുന്നു. പേരിന് മാത്രം ടാറ്റ ഗ്രൂപ്പ് ഉടമസ്ഥരായിരുന്നു. എന്നാൽ വിമാനങ്ങളുടെ പാട്ടക്കരാർ മുതൽ ജീവനക്കാരുടെ നിയമനം വരെ മലേഷ്യയിലെ ഓഫീസാണ് നിയന്ത്രിച്ചിരുന്നത്. ബ്രാൻഡ് ലൈസൻസ് എഗ്രിമെന്റ് എന്ന കരാർ വഴി ടോണി ഫെർണാണ്ടസ് കമ്പനിയെ തന്റെ പരിധിയിൽ നിർത്തി. ഇത് പിന്നീട് വലിയൊരു തർക്കത്തിന് കാരണമായി. ടാറ്റ ഗ്രൂപ്പിന് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ആദ്യകാലങ്ങളിൽ അവർ മൗനം പാലിച്ചു. ടാറ്റ സൺസിന്റെ ചെയർമാനായി സൈറസ് മിസ്ത്രി എത്തിയതോടെയാണ് കാര്യങ്ങൾ വഷളായത്. എയർ ഏഷ്യ ഇന്ത്യയിലെ കണക്കുകളിൽ കൃത്രിമം നടക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഏകദേശം 22 കോടി രൂപയുടെ ഇടപാടുകളിൽ തട്ടിപ്പ് നടന്നതായി അദ്ദേഹം ആരോപിച്ചു. യാതൊരു സേവനവും നൽകാത്ത ചില കമ്പനികൾക്ക് പണം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പണം എന്തിനാണ് നൽകിയതെന്ന് ആർക്കും വ്യക്തമായില്ല. സൈറസ് മിസ്ത്രിയെ ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇത് ടാറ്റ ഗ്രൂപ്പിന് വലിയ ക്ഷീണമുണ്ടാക്കി. എയർ ഏഷ്യ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ എയർ ഏഷ്യ ഇന്ത്യ സംശയത്തിന്റെ നിഴലിലായി. സൈറസ് മിസ്ത്രിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ CBI കേസെടുത്തു. ടോണി ഫെർണാണ്ടസിനെതിരെയും ടാറ്റ ട്രസ്റ്റ് ട്രസ്റ്റിയായ വെങ്കിട്ടരമണനെതിരെയും CBI അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര സർവീസ് നടത്താനുള്ള ലൈസൻസ് വേഗത്തിൽ കിട്ടാൻ ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു എന്നായിരുന്നു കേസ്. ഇതിനായി കൈക്കൂലി നൽകിയെന്നും ആരോപണമുയർന്നു. ഇന്ത്യയിൽ 5 വർഷം ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനികൾക്ക് മാത്രമേ വിദേശത്തേക്ക് സർവീസ് നടത്താൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ 20 വിമാനങ്ങളും വേണമായിരുന്നു. ഇതിനെ 520 നിയമം എന്ന് വിളിച്ചിരുന്നു. ഈ നിയമം മാറ്റാൻ എയർ ഏഷ്യ ഇന്ത്യ ലോബിയിങ് നടത്തിയെന്ന് CBI കണ്ടെത്തി. സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്താൻ ടോണി ഫെർണാണ്ടസ് ശ്രമിച്ചു എന്ന് അവർ പറഞ്ഞു. ഇത് വലിയൊരു വിവാദമായി മാറി. തുടക്കത്തിൽ ടാറ്റ ഗ്രൂപ്പ് എയർ ഏഷ്യയെ പിന്തുണച്ചിരുന്നു. എന്നാൽ CBI കേസും സാമ്പത്തിക ക്രമക്കേടുകളും വന്നതോടെ ടാറ്റ ഗ്രൂപ്പ് അകലം പാലിക്കാൻ തുടങ്ങി. ടാറ്റയുടെ പേരിന് കളങ്കം വരുന്നതിൽ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. കൂടാതെ കമ്പനിയുടെ നഷ്ടം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. മലേഷ്യൻ കമ്പനിയുടെ അമിത ഇടപെടൽ ടാറ്റ ഗ്രൂപ്പിന് തലവേദനയായി. N ചന്ദ്രശേഖരൻ ടാറ്റ സൺസിന്റെ ചെയർമാനായി ചുമതലയേറ്റ ശേഷം നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. നഷ്ടത്തിലോടുന്നതും പേരുദോഷം കേൾപ്പിക്കുന്നതുമായ ഈ സംയുക്ത സംരംഭം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എയർ ഏഷ്യ ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുകയോ വേണമെന്ന് അദ്ദേഹം കരുതി. 2020 കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചു. വിമാന കമ്പനികൾ എല്ലാം വലിയ പ്രതിസന്ധിയിലായി. മലേഷ്യയിലെ എയർ ഏഷ്യ ഗ്രൂപ്പിനും ഇത് വലിയ തിരിച്ചടിയായി. അവരുടെ കയ്യിൽ പണം തീർന്നു തുടങ്ങി. ഇന്ത്യയിലെ പ്രവർത്തനത്തിന് പണം മുടക്കാൻ അവർക്ക് കഴിയാതായി. എയർ ഏഷ്യ ഇന്ത്യയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ടാറ്റ ഗ്രൂപ്പ് മാത്രം പണം മുടക്കേണ്ടി വന്നു. ഇതൊരു അവസരമായി ടാറ്റ ഗ്രൂപ്പ് കണ്ടു. മലേഷ്യൻ പങ്കാളിയായ ടോണി ഫെർണാണ്ടസിനെ ഒഴിവാക്കാൻ പറ്റിയ സമയമാണിതെന്ന് അവർ മനസ്സിലാക്കി. പണമില്ലാതെ വലഞ്ഞ എയർ ഏഷ്യ ഇന്ത്യയിൽ നിന്ന് പിന്മാറാൻ സൂചന നൽകി. തങ്ങളുടെ ഓഹരികൾ വിറ്റ് പണം കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. 2020 ഡിസംബറിൽ നിർണായകമായ ഒരു തീരുമാനമുണ്ടായി. എയർ ഏഷ്യ അവരുടെ കൈവശമുണ്ടായിരുന്ന 32% ഓഹരികൾ കൂടി ടാറ്റ സൺസിന് വിറ്റു. ഏകദേശം 276 കോടി രൂപയ്ക്കായിരുന്നു ഈ കച്ചവടം നടന്നത്. ഇതോടെ എയർ ഏഷ്യ ഇന്ത്യയിൽ ടാറ്റയുടെ ഓഹരി പങ്കാളിത്തം 84% ഉയർന്നു. ഇതോടെ കമ്പനിയുടെ നിയന്ത്രണം പൂർണ്ണമായും ടാറ്റയുടെ കയ്യിലായി. മലേഷ്യൻ കമ്പനിയുടെ ഓഹരി 16% കുറഞ്ഞു. ടോണി ഫെർണാണ്ടസിന്റെ ഇന്ത്യയിലെ മോഹങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം അവർക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങിയ സമയമായിരുന്നു അത്. വ്യോമയാന രംഗത്ത് വലിയൊരു ശക്തിയായി മാറാൻ ടാറ്റ തീരുമാനിച്ചു.
ഇതിന്റെ ഭാഗമായി എയർ ഏഷ്യ ഇന്ത്യയെ പൂർണ്ണമായും സ്വന്തമാക്കാൻ അവർ തീരുമാനിച്ചു. അവശേഷിക്കുന്ന 16% ഓഹരി കൂടി വാങ്ങാൻ ടാറ്റ സൺസ് തയ്യാറായി. 2022 നവംബറിൽ ഈ ഇടപാട് പൂർത്തിയായി. ഏകദേശം 156 കോടി രൂപ നൽകി ടാറ്റ ഗ്രൂപ്പ് ബാക്കി ഓഹരികളും വാങ്ങി. ഇതോടെ എയർ ഏഷ്യ ഇന്ത്യ എന്ന കമ്പനി 100%വും ടാറ്റയുടെ സ്വന്തമായി. മലേഷ്യൻ കമ്പനിയായ എയർ ഏഷ്യ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും പുറത്തായി. 9 വർഷത്തെ ബന്ധം അവിടെ അവസാനിച്ചു. ടാറ്റ ഗ്രൂപ്പ് കമ്പനി ഏറ്റെടുത്തതോടെ എയർ ഏഷ്യ എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. ആ പേര് മലേഷ്യൻ കമ്പനിയുടെ ബ്രാൻഡായിരുന്നു. അതിനാൽ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുടെ പേര് മാറ്റി AIX കണക്ട് എന്നാക്കി പുതിയ പേര്. വിമാനങ്ങളിൽ നിന്ന് എയർ ഏഷ്യയുടെ ലോഗോയും പേരും നീക്കം ചെയ്തു. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസുമായി ഇതിനെ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ലാഭത്തിലോടുന്ന കമ്പനിയായിരുന്നു. 2 കമ്പനികളും ഒന്നായാൽ ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് ടാറ്റ കണക്കുകൂട്ടി. 2023 ലയന നടപടികൾ തുടങ്ങി. 2 വിമാന കമ്പനികളുടെയും ജീവനക്കാരെയും വിമാനങ്ങളെയും ഒന്നിപ്പിച്ചു. എയർ ഏഷ്യ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് പുതിയ നിറവും രൂപവും നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബ്രാൻഡിന് കീഴിലേക്ക് ഇവയെല്ലാം മാറ്റി. നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഈ 2 കമ്പനികളും ഒന്നായി മാറി. ഇപ്പോൾ എയർ ഏഷ്യ ഇന്ത്യ എന്നൊരു കമ്പനി നിലവിലില്ല. അതെല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗമായി മാറി. ടാറ്റയുടെ കീഴിലുള്ള ചെലവ് കുറഞ്ഞ വിമാന സർവീസായി ഇത് മാറി. ടാറ്റയും ടോണി ഫെർണാണ്ടസും തമ്മിലുള്ള പിളർപ്പിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കാൻ ടാറ്റ ആഗ്രഹിച്ചപ്പോൾ മലേഷ്യയിൽ ഇരുന്ന് ഭരിക്കാനാണ് ടോണി ശ്രമിച്ചത്. ഇത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. രണ്ടാമതായി സാമ്പത്തിക ക്രമക്കേടുകൾ. സൈറസ് മിസ്ത്രി ചൂണ്ടിക്കാണിച്ച അഴിമതി ആരോപണങ്ങൾ ടാറ്റയുടെ സൽപ്പേരിനെ ബാധിച്ചു. ഇത്തരം വിവാദങ്ങളിൽ പെടാൻ ടാറ്റ ഗ്രൂപ്പ് ആഗ്രഹിച്ചില്ല. സുതാര്യമായ ഭരണം അവർ ആഗ്രഹിച്ചു. മൂന്നാമതായി ബിസിനസ് പരാജയം. വിചാരിച്ചത്ര ലാഭം ഉണ്ടാക്കാൻ എയർ ഏഷ്യ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇൻഡിഗോ പോലെയുള്ള എതിരാളികളോട് പിടിച്ചു നിൽക്കാൻ അവർ കഷ്ടപ്പെട്ടു. തുടർച്ചയായ നഷ്ടം ടാറ്റയെ മാറ്റി ചിന്തിപ്പിച്ചു. സ്വന്തമായി നിയന്ത്രിച്ചാൽ മാത്രമേ കമ്പനിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. എയർ ഏഷ്യ ഇന്ത്യയുടെ വരവ് ഇന്ത്യൻ വിപണിയിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അവർക്ക് വിചാരിച്ച പോലെ വളരാൻ കഴിഞ്ഞില്ല. ഇൻഡിഗോയുടെ ആധിപത്യം തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല തെറ്റായ ബിസിനസ് തന്ത്രങ്ങൾ അവർക്ക് തിരിച്ചടിയായി. ടോണി ഫെർണാണ്ടസിന് ഇന്ത്യൻ വിപണിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വിദഗ്ധർ പറയുന്നു. മലേഷ്യയിൽ വിജയിച്ച തന്ത്രങ്ങൾ ഇന്ത്യയിൽ ഫലിച്ചില്ല. ഉദാഹരണത്തിന് ബാഗേജിന് പണം ഈടാക്കാനുള്ള അവരുടെ നീക്കം ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂടാതെ വിമാനത്താവളങ്ങളിലെ ഉയർന്ന ഫീസും ഇന്ധനവിലയും അവർക്ക് തിരിച്ചടിയായി. ഇന്ത്യൻ ആകാശത്ത് വലിയ സ്വപ്നങ്ങളുമായി വന്ന ടോണി ഫെർണാണ്ടസിന് ഒടുവിൽ പിന്മാറേണ്ടി വന്നു. ടാറ്റ ഗ്രൂപ്പുമായുള്ള ബന്ധം തകർന്നത് അദ്ദേഹത്തിന് വലിയ നഷ്ടമായി. എന്നാൽ ടാറ്റ ഗ്രൂപ്പിന് ഇത് ഗുണകരമായി മാറി. എയർ ഇന്ത്യ എക്സ്പ്രസും AIX കണക്റ്റും ഒന്നായതോടെ ടാറ്റ വ്യോമയാന രംഗത്ത് കൂടുതൽ ശക്തരായി. ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന പേരിൽ ആ വിമാനങ്ങൾ പറക്കുന്നു. പഴയ എയർ ഏഷ്യ ഇന്ത്യയുടെ ജീവനക്കാരും വിമാനങ്ങളും ഇന്ന് ടാറ്റയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. വിദേശ നിയന്ത്രണമില്ലാതെ പൂർണ്ണമായും ഒരു ഇന്ത്യൻ കമ്പനിയായി അത് മാറി. ടാറ്റയുടെ കയ്യിൽ ഈ വിമാനങ്ങൾ സുരക്ഷിതമാണ് എന്ന് യാത്രക്കാർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിദേശ പങ്കാളിത്തത്തിന്റെ കഥ ശുഭകരമായി അവസാനിച്ചു. ടാറ്റ ഗ്രൂപ്പ് തങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്യോമയാന രംഗത്ത് പുതിയ ചരിത്രം കുറിക്കുന്നു. എയർ ഏഷ്യ ഇന്ത്യയെ ഏറ്റെടുത്ത ശേഷം ടാറ്റ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യാത്രക്കാർക്ക് മികച്ച സേവനം നൽകാൻ അവർ ശ്രദ്ധിക്കുന്നു. പഴയ വിമാനങ്ങൾ മാറ്റി പുതിയ വിമാനങ്ങൾ വാങ്ങാൻ അവർ ഓർഡർ നൽകി. എയർ ഇന്ത്യയും വിസ്താരയും എയർ ഇന്ത്യ എക്സ്പ്രസും എല്ലാം ചേർന്ന് ടാറ്റ വലിയൊരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തുകയാണ്. എയർ ഏഷ്യ ഇന്ത്യയുടെ പരാജയത്തിൽ നിന്നും ടാറ്റ പാഠങ്ങൾ പഠിച്ചു. വിദേശ നിയന്ത്രണം അനുവദിക്കില്ലെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്നും അവർ ഉറപ്പിച്ചു. ടോണി ഫെർണാണ്ടസിന്റെ ശൈലിയിൽ നിന്ന് മാറി ടാറ്റയുടെ വിശ്വസ്തമായ രീതിയിലേക്ക് അവർ പ്രവർത്തനം മാറ്റി. ഇത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകി. എയർ ഏഷ്യ ഇന്ത്യ ആയിരുന്നപ്പോൾ യാത്രക്കാർക്ക് പല പരാതികളും ഉണ്ടായിരുന്നു. വിമാനം വൈകുന്നതും റദ്ദാക്കുന്നതും പതിവായിരുന്നു. എന്നാൽ ടാറ്റ പൂർണ്ണമായും ഏറ്റെടുത്ത ശേഷം ഇതിൽ മാറ്റങ്ങൾ വന്നു. സമയകൃത്യത പാലിക്കാൻ അവർ ശ്രമിക്കുന്നു. ജീവനക്കാരുടെ പെരുമാറ്റത്തിലും മാറ്റം വന്നു. ടാറ്റയുടെ സംസ്കാരം ഇപ്പോൾ കമ്പനിയിൽ കാണാം. ഭക്ഷണത്തിന്റെ കാര്യത്തിലും സേവനങ്ങളുടെ കാര്യത്തിലും നിലവാരം കൂടി. ടാറ്റ ന്യൂ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പോയിന്റുകൾ നേടാനും യാത്രക്കാർക്ക് അവസരമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസുമായി ലയിച്ചത് യാത്രക്കാർക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും കുറഞ്ഞ നിരക്കിൽ പറക്കാൻ ഇത് സഹായിക്കുന്നു. CBI അന്വേഷണങ്ങളും കേസുകളും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് അധികൃതരുമായി സഹകരിക്കുന്നുണ്ട്. പഴയ മാനേജ്മെന്റ് ചെയ്ത തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറായി. പിഴയടച്ചും നിയമ നടപടികൾ പൂർത്തിയാക്കിയും അവർ മുന്നോട്ടു പോകുന്നു. സുതാര്യത ഉറപ്പാക്കാൻ ടാറ്റ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ കാലത്തെ അഴിമതി കഥകൾ ഇനി ആവർത്തിക്കില്ല എന്ന് ടാറ്റ ഉറപ്പു നൽകുന്നു. ഓഡിറ്റിംഗ് സംവിധാനം അവർ ശക്തമാക്കി. ഓരോ രൂപയും എന്തിനാണ് ചെലവാക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കുന്നു. ഇത് നിക്ഷേപകർക്കും യാത്രക്കാർക്കും കമ്പനിയിൽ വിശ്വാസമുണ്ടാക്കി. ബിസിനസ് ലോകത്ത് പങ്കാളിത്തം എപ്പോഴും വിജയിക്കണമെന്നില്ല. എയർ ഏഷ്യ ഇന്ത്യയുടെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒത്തുപോകാത്ത രീതികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
എന്നാൽ കൃത്യസമയത്ത് തെറ്റുകൾ തിരുത്താൻ ടാറ്റ കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. നഷ്ടം സഹിച്ചും കമ്പനിയെ രക്ഷിക്കാൻ അവർ തയ്യാറായി. ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് ഇതൊരു നല്ല പാഠമാണ്. ടാറ്റയുടെ കൈകളിൽ ഭദ്രമായി ആ വിമാനങ്ങൾ ഇന്നും ആകാശത്ത് പറക്കുന്നു. ഭാവിയിലും അങ്ങനെ തന്നെ ആകട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.